You say that I'm psychotic, but then you like it like that. It's like every time the conversation changes, and I want you right back, right back. You say that I'm hypnotic, and that I caught you like that. It's like every time I walk into the room, you know you want what I have, I have. Turn it on, turn it off. Can't tell if I love you right back. Moving in, moving on. Turn it on, turn it off. Can't tell if I love you right back, but you love me like that. Light bulb goes off in your head. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ന്യൂയോർക്കിൽ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും അവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും ഒരു വീഡിയോ ആയിട്ടായിരിക്കത്തില്ല, 2 വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ കാണിക്കുന്നത്. പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ന്യൂയോർക്കിൽ പോയി എത്തിയ ഉടനെ ഞങ്ങൾക്ക് അവിടെ ഇത് ടോപ്പ് വ്യൂ ഒരു ബസ്സാണ് കേട്ടോ. ഇതൊരു ഡബിൾ ഡക്കർ ബസ്സാണ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇത് അതിൻ്റെ ടോപ്പിലോട്ട് ഞങ്ങൾ കയറുവാണ് കേട്ടോ. ടോപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണാണ്. ഓപ്പൺ അതിലിരുന്ന് കഴിഞ്ഞാലായിട്ട് നമുക്ക് പുറത്തുള്ള ഫുൾ കാഴ്ചകൾ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. താഴെ ഇരുന്നാൽ കാണാൻ പറ്റില്ല എന്നുള്ളതല്ല, നമുക്ക് കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുക്കാനും പിന്നെ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് മേളിലിരുന്ന് കാഴ്ചകൾ കണ്ടു പോകുക എന്നുള്ളത്. പിന്നെ ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിറ്റി മുഴുവൻ നമുക്ക് ന്യൂയോർക്കിൽ കാണേണ്ട സ്ഥലങ്ങൾ മുഴുവൻ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ, ഇതൊരു പബ്ലിക് സർവീസ് ബസ്സായതുകൊണ്ട് ഇത് നമുക്ക് എവിടെയൊക്കെ ഇറങ്ങണോ അവിടെയൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് ഇതേപോലെ ബസ്സുകൾ പിന്നെയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഓരോ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തിലോട്ട് പോകാം. അങ്ങനെ പോകാൻ പറ്റുന്നതാണ് കേട്ടോ ആ ബസ്. അപ്പോൾ അതിലിരുന്ന് കണ്ട കാഴ്ചകളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പം ഞങ്ങൾ നേരെ ആ ബസ്സിൽ പോയി ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആ ബ്രിഡ്ജ് ലോട്ടുള്ള അതൊരു നല്ല സ്പോട്ടാണ്. ഒത്തിരി പേര് അവിടെ ആ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളും ആ ഒരു സ്പോട്ടിലേക്ക് ആ ബ്രിഡ്ജിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അതേ ആ കാണുന്ന അറ്റത്ത് കാണുന്നില്ലേ, അതാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാലായിട്ട് അപ്പുറയും ഇപ്പുറയും ഒക്കെ ലേക്കാണ്. അതിൽ കൂടെ നമുക്ക് ഒരുപാട് അതിൻ്റെ 2 സൈഡിലുമുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുമ്പോഴത്തേൽ അവിടെ ഏറ്റവും കൂടുതൽ ബിൽഡിങ്സ് ആണ് കേട്ടോ. നല്ല കൂറ്റൻ ബിൽഡിങ്സ്, ഹ്യൂജ് ബിൽഡിങ്സ് ആണ് അവിടെ. നമുക്കങ്ങനെ നേരെ നോക്കിയാലായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ താഴെ നിന്നിട്ട് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കഴുത്തൊക്കെ വേദന എടുക്കും. അത്രയും ഹൈറ്റിലാണ് അവിടുത്തെ ബിൽഡിങ്സൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലായിട്ട് അത് കണ്ടോ, അത് 2 സൈഡും അത് ലേക്കല്ല, അത് ഓഷ്യനാണ് കേട്ടോ. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ബേ ആണത്. അപ്പോൾ അവിടെ അതിൻ്റെ ചുറ്റുവട്ടത്ത് ആ നേരെ കാണുന്നത് കണ്ടോ, അതൊരു ചെറിയ ഐലൻഡാണ്. അപ്പോൾ വീഡിയോയിൽ മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കി, പക്ഷേ ഇത്രയൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊരു ഐലൻഡാണ്. അപ്പോൾ ഒത്തിരി ഷിപ്സും ഇതെല്ലാം പോകുന്നതും ഒക്കെയുള്ള ക്രൂയിസുകൾ ഒക്കെ പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ആ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണിതൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാ ഫോട്ടോസും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ ചിലതൊക്കെ കാണിക്കുകയാണ്. കണ്ടോ ബിൽഡിങ്സിൻ്റെ ഹൈറ്റ് കണ്ടോ, ഇതുപോലെ ഹൈറ്റുള്ള ബിൽഡിങ്സാണ്. അപ്പോൾ 2 വശത്തും. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ബോസ്റ്റണിലാണ്. ബോസ്റ്റൺ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊരു വില്ലേജ് ഏരിയ പോലെയാണ്, നിറച്ച് മരങ്ങളും
മുഴുവൻ പച്ചപ്പും. എങ്ങോട്ട് പോയിരുന്നിരുന്നാലും നമുക്ക് രണ്ട് വശത്തും മരങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഇത് അതിൻ്റെ ന്യൂയോർക്ക് സിറ്റിയുടെ മെയിൻ അട്രാക്ഷനാണ്. ഇവിടെയായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ നിലനിന്നിരുന്നത്. അത് അന്നത്തെ ആ ഒരു ഇതിൽ ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായില്ലേ, അതിന് ശേഷം അവർ ആ വേൾഡ് ട്രേഡ് സെൻറ്റർ കംപ്ലീറ്റ് ഇടിച്ച് കളഞ്ഞിട്ട് ഇതുപോലൊരു പൂളാക്കിയിരിക്കുകയാണിപ്പോൾ. ഇത് ആ വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്ന ആ ഭാഗത്തുള്ള പൂളാണിത്. അതിൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ ഇങ്ങനെ ഇത് എഴുതിയിരിക്കുന്നുണ്ടോ, അവിടെ മരിച്ചവരുടെ പേരും ഇതെല്ലാം കൊത്തിവെച്ചിരിക്കുന്നതാണത്. അപ്പോൾ അതിൻ്റെ ഫുൾ ആ ഒരു ചുറ്റുവട്ടം മുഴുവൻ അവിടെ അന്ന് മരിച്ചവരുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ അപ്പോൾ ഓരോ സ്പോട്ടിലോട്ട് പോകാനും നമുക്ക് ഈ ടോപ്പ് വ്യൂ ബസ് എടുക്കണം കേട്ടോ. ബസ്സിൽ നമ്മൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് കണ്ടു പോകും. കണ്ടു കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് പിന്നെയും സമയമുണ്ടെങ്കിൽ നമുക്ക് ആ ബസ്സിൽ ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങാതെ ഒരു 2 hours നമുക്ക് ആ ബസ്സിൽ തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അവരിവിടെ എല്ലാം കൊണ്ടുവന്ന് നമ്മളെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇറങ്ങേണ്ട സ്പോട്ടിൽ ഇറങ്ങാം. പിന്നെ അവിടെ കണ്ട വേറൊരു ഭയങ്കര അട്രാക്ഷനായിരുന്നു ഈ ചർച്ച് എന്ന് പറയുന്നത്. ഈ ചർച്ചിൻ്റെ പേര് ട്രിനിറ്റി ചർച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കാത്തലിക് ചേർച്ചാണ്. കാത്തലിക്കായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ട്രിനിറ്റി എന്ന് പറയുമ്പോൾ അറിയാം, ത്രിത്വം എന്നാണ്. അപ്പോൾ ത്രിത്വത്തിൻ്റെ ആ ഒരു ചർച്ചാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടുന്നതാണ് ത്രിത്വേക ദൈവം എന്ന് പറയുന്നത്. ആ ത്രിത്വേക ദൈവത്തിൻ്റെ ആ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണിത്. അപ്പോൾ പള്ളി ഒരു വലിയ പള്ളിയാണ് കേട്ടോ, വലിയ പള്ളി. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ പള്ളിക്കകമൊക്കെ ഞാനൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾട്ടർ തന്നെ നല്ല ഹൈറ്റാണ് കേട്ടോ, ഭയങ്കര ഹൈറ്റാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടത്തെ ഇങ്ങനെ ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ക്യാൻഡിൽസ് പോലെയല്ല. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഒരു ചെറിയ ക്യാൻഡിൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടുത്ത് തന്നെ അത് കത്തിക്കാനുള്ള ഒരു ലൈറ്ററല്ല, ഒരു ചെറിയ വടി പോലത്തെ സാധനം വെച്ചിട്ട് നമുക്കത് കത്തിച്ചിട്ട് ഓരോ ക്യാൻഡിൽ നമുക്കിതുപോലെ അതിൽ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാം. അതായിരുന്നു അതിൻ്റെ വേറൊരു അട്രാക്ഷൻ. പിന്നെ വിശുദ്ധന്മാരുടെ കുറേ ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ തന്നെ ഇവിടെ നിത്യാരാധന കേന്ദ്രമായിരുന്നു. അപ്പോൾ അവിടെയും പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുന്നത്, നിത്യാരാധന കേന്ദ്രം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളൊക്കെ കുറച്ച് ക്രിസ്ത്യൻസിനും കാത്തലിക്സിനൊക്കെ കൂടുതലായിട്ട് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് പിന്നെ വിശുദ്ധന്മാരുടെ ഇങ്ങനെ സ്റ്റാച്യൂസ് ഉണ്ടാക്കി അവർ വിശ്രമിക്കുന്നതിൻ്റെ, അതായത് മരിച്ച് പോയിട്ട് കിടക്കുന്നതിൻ്റെ സ്റ്റാച്യൂസാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതായിരുന്നു എനിക്കവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ക്യാൻഡിലാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ ഇങ്ങനെ ഉരുകി വീഴുമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഈ ബുൾ സ്ട്രീറ്റിലാണ്. മീൻസ് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന US-ൻ്റെ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ബുൾ സ്ട്രീറ്റിലാണ് ഇരിക്കുന്നത്. അവിടുത്തെ ബുള്ളിൻ്റെ ഒരു അടുത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ അതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴേക്കും അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു, റൊമാനിക്ക ഫെസ്റ്റിവൽ എന്നും പറഞ്ഞിട്ട്. അത് ഒരു ഓർത്തഡോക്സ് ഗ്രൂപ്പിൻ്റെ, അത് ചർച്ച് ഗ്രൂപ്പിൻ്റെ ഒരു ഫെസ്റ്റിവൽ പോലെ അന്ന് അവിടെ നടത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അവിടെ ഈ ഒത്തിരി ഇങ്ങനെ സ്റ്റോൾസ്
അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റോൾസും അങ്ങനെ ഒരുപാട് അല്ലാതെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അവിടത്തേക്ക് പോലെ തന്നെയാണ് ഈ പള്ളിപ്പെരുന്നാളുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേല്, അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോഴത്തേല് അവിടെയൊക്കെ ഇതുപോലെ വഴിയോര കച്ചവടക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് സെയിൽസൊക്കെ നടത്തില്ലേ, അതുപോലെ ഉള്ള ഒരു ഈവൻ്റായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് ഈ റൊമാനിയ ഫെസ്റ്റിവൽ കേട്ടോ, റൊമാനിയ ഫെസ്റ്റിവൽ എന്നാണ്. അപ്പോൾ അവിടെ എന്നിട്ട് ഈ അവരുടെ ഒരു ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ലേഡി സ്റ്റേജിൽ നിന്നിട്ട് പാട്ട് പാടുന്നു, അതിനൊത്ത് അവർ ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് മെമ്മറീസ് അല്ലേ, ഇതിൽ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ പിന്നീട് നമുക്കിതൊക്കെ ഒന്ന് കാണണം എന്ന് തോന്നുമ്പോഴത്തേൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ട് ഞാനിതിൽ ഒട്ട് വരാനുള്ള കാര്യം തന്നെ നമ്മുടെ ഈ മെമ്മറീസൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും, എപ്പോഴും വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ടൗൺ സ്ക്വയറിലാണ് കേട്ടോ. അപ്പോൾ ടൗൺ സ്ക്വയറിലുള്ള ഒരു ക്ലോക്കാണത് 2024 എന്നുള്ള. പിന്നെ അവിടെയും അതേ സ്ട്രീറ്റിൽ ഈ ഇവിടെ എന്ന് പറയുമ്പോഴത്തേൽ ഇങ്ങനെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേൽ ഭയങ്കര ക്രൗഡാണ്. ടൈം സ്ക്വയറിൽ എപ്പോഴും ഇങ്ങനെ ആളുകളുടെ ബഹളമായിരിക്കും. അപ്പോൾ രാത്രിയാണ് അവിടെ കാണാനായിട്ട് ഏറ്റവും ഭംഗി. അതുകൊണ്ട് ഞങ്ങളവിടെ ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ ന്യൂയോർക്കിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ തന്നെ ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തു ഞങ്ങൾ രാത്രിയാവാൻ വേണ്ടി. ഇവിടെ പിന്നെ ഡേ കൂടുതലും ഇപ്പോൾ സമ്മറായതുകൊണ്ട് ഡേ കൂടുതലും, സമ്മറായിട്ടില്ല, സ്പ്രിങ് ആണ്. അപ്പോൾ രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേലേ സൺസെറ്റ് ഉണ്ടാവുകയുള്ളൂ. അതുവരെ ലോങ് ഡേയ്സാണ്, നൈറ്റ് കുറച്ചും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഈ എന്താ പറയുന്നത്, ഈ വിൻ്റർ ടൈമിൽ ഡേ കുറവും നൈറ്റ് കൂടുതലും ആയിരിക്കും. അപ്പം ഞങ്ങൾ വരുമ്പോഴെല്ലാം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടല്ലോ 8:30-8:45 ആകുമ്പോൾ നമുക്ക് നാട്ടിൽ ഒരു 6-6:30യുടെ ഫീലാണ്. കാരണം അവിടെ എന്താ പറയുന്നത്, സൺസെറ്റ് ഒരു 8:45 ശേഷമാണ് സൺസെറ്റ് ഉണ്ടാവുന്നത്. അപ്പം ഞങ്ങൾക്ക് അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ടൈം സ്ക്വയറിൽ പോയപ്പോഴത്തേൽ. കാരണം ഈ ലൈറ്റ്സും കാര്യങ്ങളും ഇവിടുത്തെ ഈ ഒരു ആഘോഷവും ഒക്കെ കാണണമെങ്കിൽ നൈറ്റിലാണ് അതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നത്. പിന്നെ ആളുകൾ അവിടെ ഒത്തിരി പേര് നിന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ സ്റ്റേജിലും അതെ പാട്ടും ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് കണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് കണ്ടോ, എത്രത്തോളം ക്യാമറ ഉയർത്തി കൊണ്ടുപോയിട്ടാണെന്നറിയോ ആ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു നമുക്ക് ആ ഒരു ഫുൾ ഹൈറ്റ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഷോപ്സും കാര്യങ്ങളാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര തിരക്കായിരിക്കും, രാത്രിയും പകലും എന്നില്ലാതെ. പിന്നെ അവിടുത്തെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും അവിടെയൊക്കെ കുറേ ഇതാവും, റോഡൊക്കെ കുറച്ച് വൃത്തികേടാകുമ്പോൾ രാത്രി തന്നെ അവിടുന്ന് കംപ്ലീറ്റ് സിറ്റി ക്ലീൻ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ തലേദിവസത്തേൻ്റെതായിട്ടുള്ള ഒരല്പം പോലും വേസ്റ്റോ കാര്യങ്ങളോ ആ ഭാഗത്തുണ്ടാവില്ല. അപ്പോൾ കുറേ ഷോപ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ, ക്ലിപ്പിങ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ടൈം സ്ക്വയറാണ്. ടൈം സ്ക്വയറിലെ ഓരോ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ അപ്പോഴേക്കും ഞങ്ങളങ്ങ് ടയേർഡായി. കാരണം ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. നടന്ന് അങ്ങ് തളർന്നു പോയി. പിന്നെ നമ്മൾ എവിടെ പോയിരുന്നിരുന്നാലും ഒത്തിരി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ നടക്കാനുണ്ടാവുമല്ലോ. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് കാണുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.